Good morning. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ആദ്യം ഒരു എക്സാമ്പിൾ ആണ്. Let h of x equal to x. h of x എന്നുള്ളത് ഐഡന്റിറ്റി ഫംഗ്ഷൻ ആണ് for x belongs to closed interval 0 1. So 0 1 എന്ന ഇന്റർവെൽ ഐഡന്റിറ്റി ഫംഗ്ഷനെ we have to show that h belongs to r of 0 1. അത് റീമാൻ ഇന്റഗ്രബിൾ ആണെന്ന് കാണിക്കുന്നു. So for that let I is from I equal to 1 to n be any partition of closed interval 0 1. നമ്മൾ ഈ closed interval 0 1 ന്റെ ഏതെങ്കിലും ഒരു പാർട്ടീഷൻ ആയിട്ട് I എന്ന ഇന്റർവെൽസ് എടുക്കുകയാണ്. We choose the tag of subinterval II which is xi minus and xi to be its midpoint. അപ്പോൾ നമ്മൾ ഈ എടുത്ത പാർട്ടീഷന്റെ അകത്ത് ഏതെങ്കിലും ഒരു സബ് ഇന്റർവെൽസ് ഇൻ പർട്ടിക്കുലർ നമ്മൾ xi minus 1 xi എന്ന ith സബ് ഇന്റർവെൽ എടുക്കുകയാണ്. ആ സബ് ഇന്റർവെലിന്റെ മിഡ് പോയിന്റ് ആണ് നമ്മൾ അതിന്റെ ടാഗ് ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ ടാഗ് നമ്മൾ qi എന്ന് എടുക്കുകയാണെങ്കിൽ that is xi minus 1 plus xi by 2. നമുക്കറിയാം ഓരോ സബ് ഇന്റർവെലും നമ്മൾ ടാഗ് ചൂസ് ചെയ്യാറുണ്ട് ടാഗ്ഡ് പാർട്ടീഷന് വേണ്ടി. അപ്പോൾ നമ്മൾ ഈ ടാഗ് ഉപയോഗിച്ച് നമ്മൾ ടാഗ്ഡ് പാർട്ടീഷൻ എഴുതി കഴിഞ്ഞാൽ ടാഗ്ഡ് പാർട്ടീഷൻ ഈസ് q dot equal to set of all ordered pair I qi where I equal to 1 to n. So the Riemann sum corresponding to q dot നമ്മളിപ്പോൾ എടുത്ത ടാഗ്ഡ് പാർട്ടീഷൻ കറസ്പോണ്ടിങ് ആയിട്ടുള്ള Riemann sum എഴുതാണെങ്കിൽ that will be sigma I equal to 1 to n ഫംഗ്ഷന്റെ വാല്യൂ h of qi into ലെങ്ത് xi minus 1. ഈ സമ്മേഷനിൽ നമുക്കറിയാം h of qi എന്നുള്ളത് qi എന്ന പോയിന്റ് xi plus 1 xi minus 1 plus xi by 2 ആണ്. h of qi നമുക്കറിയാം ഫംഗ്ഷൻ ഐഡന്റിറ്റി ഫംഗ്ഷൻ ആണ്. സോ h of qi എന്നുള്ളത് qi തന്നെയായിരിക്കും. സോ വി ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ദിസ് h of qi with 1 by 2 into xi plus xi minus 1 എന്ന വാല്യൂ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. then into xi plus 1 into xi minus 1 കൂടി വരും. ഇവിടെ ഈ സ്റ്റെപ്പ് നമ്മൾ ചെയ്തത് വേറെ ഒന്നുമല്ല, h of qi യുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താണ്. h of qi യുടെ വാല്യൂ qi തന്നെയായിരിക്കും. then ഇവിടെ സമ്മേഷനകത്ത് 1 by 2 കോൺസ്റ്റന്റ് നമുക്ക് പുറത്തേക്ക് എടുക്കാം. xi plus xi minus 1 into xi minus xi minus 1 ഉണ്ട്. that is a plus b into a minus b which is a square minus b square. അത് നമുക്ക് കിട്ടുന്നത് half into sigma i equal to 1 to n xi square minus xi minus 1 square. ഇനി ഈ സമ്മേഷൻ നമ്മൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും. ഈ സമ്മേഷൻ ചെയ്ത് വരുമ്പോൾ i യുടെ വാല്യൂ 1 to n കൊടുത്താൽ ഫസ്റ്റ് ടേം 1 സ്ക്വയർ ആയിരിക്കും മൈനസ് അല്ലെങ്കിൽ ഫസ്റ്റ് ടേം x1 square minus xi minus 1 square. ഐയുടെ വാല്യൂ നമ്മൾ 1 to n സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് x1 square minus x0 square plus അങ്ങനെ സമ്മേഷൻ ചെയ്ത് പോകുമ്പോൾ ലാസ്റ്റ് ടേംസ് എല്ലാം ക്യാൻസൽ ആയി പോകും. നമുക്ക് അവസാനം ബാക്കി വരുന്നത് 1 square minus 0 square മാത്രമാവും. അത് നിങ്ങൾ ഈ സമ്മേഷൻ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് മനസ്സിലാവും. ഐയുടെ വാല്യൂ 1 to n കൊടുത്താൽ മതി. സോ അങ്ങനെയെങ്കിൽ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും 1 by 2 into 1 square minus 0 square which is 1 by 2. അതായത് sigma i equal to 1 to n h of x into xi minus xi minus 1 എന്നുള്ള റീമാൻ സം 1 by 2 എന്ന് കിട്ടും. അത് നിൽക്കട്ടെ. നമ്മൾ ഇനി p dot we let p dot equal to set of all I ti be an arbitrary tagged partition of closed interval 0 1 with norm of p dot less than delta. നമ്മൾ ഇനി p dot എന്നൊരു ആർബിട്രറി പാർട്ടീഷൻ എടുക്കുകയാണ്. നമ്മൾ നേരത്തെ q dot എടുത്തപ്പോൾ അതിനകത്ത് ടാഗ് നമ്മൾ പ്രത്യേകം ചൂസ് ചെയ്ത് ഇവിടെ നമ്മൾ അങ്ങനെയല്ല, നമ്മൾ ആർബിട്രറി ആയിട്ട് എടുക്കുകയാണ്. നമുക്കറിയാവുന്ന ഒരു കാര്യം ഇത്രേ ഉള്ളൂ, നോം ഓഫ് പി ഡോട്ട് എന്നുള്ളത് ലെസ് ദാൻ ഡെൽറ്റ ആണ്. അതിനർത്ഥം ഈ പി ഡോട്ട് എന്നുള്ള പാർട്ടീഷനകത്ത് വരുന്ന ഓരോ സബ് ഇന്റർവൽസ് എടുത്താൽ അതിന്റെ മാക്സിമം ലെങ്ത് ഡെൽറ്റ ആയിരിക്കും. മാക്സിമം ലെങ്ത് ലെസ് ദാൻ ഡെൽറ്റ ആയിരിക്കും. ഈക്വൽ ടു പറഞ്ഞിട്ടില്ല, ലെസ് ദാൻ ഡെൽറ്റ പറഞ്ഞിട്ടുള്ളൂ. വിച്ച് മീൻസ് xi minus 1 ഈസ് സ്ട്രിക്ട്ലി ലെസ് ദാൻ ഡെൽറ്റ ഫോർ ഓൾ i ഈക്വൽ ടു 1 2 etc n. ഈ ഒരു കാര്യം നമ്മൾ പറഞ്ഞത് xi minus 1 ന്റെ വാല്യൂ ലെസ് ദാൻ ഡെൽറ്റ ആയിരിക്കും ഫോർ ഓൾ i. ഇനി നമ്മൾ പറയുന്നത് ലെറ്റ് q dot have the same partition points as of p dot. അപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞ q dotനും ഇപ്പൊ പറഞ്ഞ p dotന്റെയും പാർട്ടീഷൻ പോയിന്റ്സ്, അതായത് ഇന്റർവെലിന്റെ എൻഡ് പോയിന്റ്സ് സെയിം ആണെന്ന് കരുതാം. ആകെ ചേഞ്ച് വരുന്നത് എവിടെയാണ്? നമ്മുടെ ടാഗുകളിൽ മാത്രമാണ്. സോ qis ആർ ദ മിഡ് പോയിന്റ്സ് ഓഫ് സബ് ഇന്റർവെൽസ് ഇൻ p dot. നമുക്ക് നേരത്തെ പറഞ്ഞിട്ടുണ്ട് അതിനകത്ത് qi എന്ന് പറഞ്ഞത് ഈ മിഡ് പോയിന്റുകളുടെ സബ് ഇന്റർവെലുകളുടെ മിഡ് പോയിന്റ് ആണ്. അങ്ങനെയെങ്കിൽ നമ്മളിപ്പോൾ ടി ഐയും ക്യു ഐയും രണ്ടും നമ്മുടെ സെയിം ഇന്റർവെൽ xi minus xi അകത്തുള്ളതായിരിക്കും. അങ്ങനെയെങ്കിൽ അത് രണ്ടും തമ്മിലുള്ള ഡിസ്റ്റൻസ് എപ്പോഴും എന്തായിരിക്കും? ലെസ് ദാൻ ഡെൽറ്റയും. കാരണം നമുക്കറിയാം നമ്മൾ എടുത്ത ഇന്റർവെലുകളിൽ മാക്സിമം ലെങ്ത് ലെസ് ദാൻ ഡെൽറ്റ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അതിനകത്തുള്ള ഏത് രണ്ട് പോയിന്റ്സും, ഏതൊരു ഇന്റർവെലിനകത്ത് വരുന്ന രണ്ട് പോയിന്റ്സിന്റെയും ഡിസ്റ്റൻസ് വിൽ ബി ലെസ് ദാൻ ഡെൽറ്റ. സോ വി ക്യാൻ സേ ദാറ്റ് മോഡ് ഓഫ് ടി ഐ മൈനസ് ക്യു ഐ ഈസ് ലെസ് ദാൻ ഡെൽറ്റ എന്ന് പറയാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് we take Riemann sum of s over Riemann sum of h
over p dot minus Riemann sum of h over q dot. ഈ വാല്യൂ ആണ് ചെയ്യാൻ പോകുന്നത്. ഈ വാല്യൂ ചെയ്യുമ്പോൾ s of h over p dot minus s of h over q dot equal to sigma i equal to 1 to n ti into xi minus 1 minus sigma i equal to 1 to n qi into xi minus x1. ഇവിടെ നമുക്കറിയാം സിഗ്മ xi minus 1 കോമൺ ആണ്, സോ അത് നമുക്ക് ഒരുമിച്ച് എടുക്കാം. ദെൻ ബാക്കി വരുന്നത് ti minus qi ആയിരിക്കും. വി ടേക്ക് ദെൻ മോഡുലസ് ടു ഇൻസൈഡ് ആൻഡ് അപ്ലൈ ലെസ് ദാൻ ഈക്വൽ ടു. നമ്മൾ ശരിക്കും ചെയ്യുന്നത് നമ്മൾ പഠിച്ചിട്ടുള്ള ട്രയാങ്കുലർ ഇൻഇക്വാലിറ്റി എന്ന കോൺസെപ്റ്റ് ആണ്. ട്രയാങ്കുലർ ഇൻഇക്വാലിറ്റി നമുക്കറിയാം മോഡുലസ് ഓഫ് എ പ്ലസ് ബി ലെസ് ദാൻ ഈക്വൽ ടു മോഡുലസ് ഓഫ് എ പ്ലസ് മോഡുലസ് ഓഫ് ബി എന്നാണ്. ആ ഒരു കാര്യം അപ്ലൈ ചെയ്യുന്നത് സിഗ്മയും xi minus നമ്മൾ മോഡുലസിന് പുറത്തേക്ക് എടുത്തു. ദെൻ ti minus qi മാത്രം നോ മോഡുലസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈക്വൽ ടു സൈൻ മാറി അവിടെ ലെസ് ദാൻ ഈക്വൽ ടു എന്ന സൈൻ വരും. ഇനി നമുക്കറിയാം മോഡുലസ് ഓഫ് ti minus qi നമ്മൾ നേരത്തെ പറഞ്ഞ ലെസ് ദാൻ ഡെൽറ്റ ആണെന്ന്, സ്ട്രിക്ട്ലി ലെസ് ദാൻ ഡെൽറ്റ ആണെന്ന്. സോ ദിസ് വിൽ ബി സ്ട്രിക്ട്ലി ലെസ് ദാൻ ഡെൽറ്റ ഇൻറ്റു സിഗ്മ ഈക്വൽ ടു 1 to n xi minus 1. ഈ xi minus 1 again നമ്മൾ i equal to 1 to n സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് xn minus x0 എന്നായിരിക്കും. x ന്റെ വാല്യൂ 1 ഉം x0 ന്റെ വാല്യൂ 0 ആയതുകൊണ്ട് that will be delta into 1 minus 0, that is delta. അപ്പോൾ നമുക്ക് കിട്ടിയത് എന്താ നോക്കൂ, if p dot is any tagged partition with norm p dot less than delta, then നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ സ്റ്റെപ്പിൽ ഇപ്പോൾ എഴുതിയത് ഇങ്ങനെയാണ്, s of h over p dot minus s of h over q dot is less than delta എന്ന് കിട്ടിയത്. ഈ s of h over q dot നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിച്ച് 1/2 ആണ്. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ s of h over p dot minus 1/2 less than delta. ഇത് നമ്മുടെ റീമാൻ ഇന്റഗ്രലിന്റെ ഡെഫിനിഷൻ അപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടും l equal to 1/2 എന്ന് കിട്ടും. സോ ഇന്റഗ്രൽ 0 to 1 of h is 1/2. Then ഇനി നമ്മൾ കാണുന്നത് സം പ്രോപ്പർട്ടീസ് ഓഫ് ഇന്റഗ്രൽസ് ആണ്. അതിൽ ഒന്ന് രണ്ട് തിയറംസ് നമുക്കുള്ളത്. ഫസ്റ്റ് തിയറം ഈ മൊഡ്യൂളിലെ സെക്കൻഡ് തിയറം ആണത്. സപ്പോസ് ദാറ്റ് f and g belongs to r of ab, which means f ഉം g ഉം രണ്ട് റീമാൻ ഇന്റഗ്രബിൾ ഫംഗ്ഷൻസ് ആണ്. Then if k belongs to r, the function kf belongs to r of ab and integral a to b kf equal to k into integral a to bf. നമ്മൾ ഇന്റഗ്രേഷൻ പഠിക്കുന്ന അതേ ഒരു കോൺസെപ്റ്റ് ആണത്. അതായത് k എന്ന റിയൽ നമ്പർ എടുത്താൽ f എന്ന റീമാൻ ഇന്റഗ്രൽ ഫംഗ്ഷനെ k കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ആ കിട്ടുന്ന ഫംഗ്ഷൻ kf ഉം റീമാൻ ഇന്റഗ്രൽ ആയിരിക്കും. ആ ഇന്റഗ്രൽ വാല്യൂ എന്നുള്ളത് k into integral f ആയിരിക്കും. നമ്മൾ യൂഷ്വൽ ഇന്റഗ്രലിലും ഇതേ പ്രോപ്പർട്ടി ഉണ്ട്. Second one, the function f plus g is in R of AB, and integral a to b f plus g equal to integral a to b f plus integral a to b g. അപ്പോൾ നമ്മൾ f ഉം g നമ്മൾ എടുത്തിരിക്കുന്നത് റീമാൻ ഇന്റഗ്രൽ ഫംഗ്ഷൻസ് ആണ്. അപ്പോൾ രണ്ട് റീമാൻ ഇന്റഗ്രൽ ഫംഗ്ഷൻസിന്റെ സം അഗൈൻ റീമാൻ ഇന്റഗ്രൽ ആയിരിക്കും, ആൻഡ് ആ വാല്യൂ എന്നുള്ളത് ആ ഫംഗ്ഷനുകളുടെ റീമാൻ ഇന്റഗ്രലുടെ സം ആയിരിക്കും. C എന്നുള്ളത് if f of x less than g of x for all x in closed interval ab, then integral a to b f is less than or equal to integral a to b g. അതായത് f of x less than g of x ആണെങ്കിൽ ഇന്റഗ്രൽ a to b f ലെസ് ദാൻ ഇന്റഗ്രൽ a to b g ആയിരിക്കും. നമ്മൾ മൂന്ന് കാര്യം പറയുന്നത്. ഫസ്റ്റ് വൺ എന്നുള്ളത് കോൺസ്റ്റന്റ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഇന്റഗ്രൽ a to b f നെ k കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും സെയിം ഇന്റഗ്രൽ ആയിരിക്കും. ദെൻ സമ്മേഷൻ ആണ് പറയുന്നത്, രണ്ട് റീമാൻ ഇന്റഗ്രൽ ഫംഗ്ഷൻസിന്റെ സമ്മും റീമാൻ ഇന്റഗ്രൽ ആയിരിക്കും. തേർഡ് വൺ, ഒരു ഫംഗ്ഷൻ രണ്ട് റീമാൻ ഇന്റഗ്രൽ ഫംഗ്ഷൻസിൽ ഒന്ന് മറ്റേതിനേക്കാൾ ചെറുതാണെങ്കിൽ ഇന്റഗ്രൽ വാല്യൂവും ചെറുതായിരിക്കും. പ്രൂഫിലേക്ക് പോകാൻ വേണ്ടി വി ചൂസ് p dot equal to set of all closed interval xi minus 1 xi with ti. അപ്പോൾ ഒരു ടാഗ്ഡ് പാർട്ടീഷൻ ഓഫ് ക്ലോസ്ഡ് ഇന്റർവൽ ab ആണ്. Then s of kf over p നമ്മൾ ചെയ്യാണ്. kf എന്നുള്ളത് k into f എന്ന കോൺസെപ്റ്റ് ആണ്. which is equal to sigma equal to 1 to n kf of ti into xi minus 1. kf എന്നുള്ള ഫംഗ്ഷൻ നമുക്ക് k into f of എഴുതാം, കാരണം കോൺസ്റ്റന്റ് ആണ് k, സ്കേലാർ കോൺസ്റ്റന്റ് ആണ്. So sigma equal to 1 to n k into f of ti into xi minus 1. Taking k as a constant outside, we get k into sigma equal to 1 to n f of ti into f of ti into xi minus 1. ലാസ്റ്റ് k into എന്നുള്ള ടേം ശരിക്കും റീമാൻ സം ഓഫ് f over p dot ആണ്. സോ ദിസ് വിൽ ബി k into s of f over p dot. സോ ഇനി നമുക്ക് ഡയറക്റ്റ് പറയാവുന്നതേ ഉള്ളൂ, k into s of f over p dot ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് റീമാൻ ഇന്റഗ്രൽ അപ്ലൈ ചെയ്യാം. നമുക്ക് പറയാം k into ഈ വാല്യൂ ആയിരിക്കും, ഇന്റഗ്രൽ ഓഫ് f വാല്യൂ ആയിരിക്കും നമുക്ക് പറയാം. സോ ഇത്രയും ദിസ് ഇസ് ഇനഫ് ഫോർ ദ പ്രൂഫ്. Then second case ആണ് നമ്മൾ കുറച്ച് ആയിട്ട് പറയുന്നത്. If epsilon greater than 0, since f and g are Riemann integrable for any tagged partition p dot of closed interval ab with norm p dot less than delta epsilon. നമ്മൾ എപ്സിലോൺ എന്ന വാല്യൂ നോൺ നെഗറ്റീവ് ചൂസ് ചെയ്തു. എഫും ജിയും റീമാൻ ഇന്റഗ്രൽ ആണെന്ന് അറിയാം. സോ അതിന്റെ ഡെഫിനിഷൻ നമ്മൾ അപ്ലൈ ചെയ്യാൻ താഴെ നമുക്കറിയാം. നമ്മളൊരു p dot എന്ന പാർട്ടീഷൻ ടാഗ്ഡ് പാർട്ടീഷൻ എടുക്കുന്നത്, ആൻഡ് വി ഹാവ് norm of p dot is less than delta epsilon. So then by the definition of Riemann integrable functions f and g, we have
modulus of s of f over p dot minus integral a to b f will be less than or equal to delta by 2, and modulus of s of g over p dot minus integral a to b g will be less than or equal to epsilon by 2. ഇത് രണ്ടിൽ നിന്നും നമ്മൾ modulus of s of f plus g over p dot minus integral a to b f plus integral a to b g ആണ്. അപ്പോൾ നമ്മൾ ഫംഗ്ഷൻ f നെ ഒരു f plus g ആക്കി epsilon a to integral a to b f plus integral a to b g ആക്കി. And this will be nothing but this will be equal to a bracket just open ചെയ്താൽ s of f plus g over p dot minus integral a to b f minus integral a to b g. ഈ s of f plus g over p dot നെ എനിക്ക് സ്പ്ലിറ്റ് ചെയ്ത് s of f over p dot എന്ന് plus s of g over p dot എന്ന് എഴുതാം. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ എനിക്ക് ഇതിനെ ഒന്ന് റീറൈറ്റ് ചെയ്ത് എഴുതാൻ പറ്റും. This is equal to modulus of s of f over p dot minus integral a to b f plus s of g over p dot minus integral a to b g. And applying triangle inequality, we get this is less than or equal to s of f over p dot minus integral a to b f plus s of g over p dot minus integral a to b g. And both these are less than epsilon by 2. നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. This will be less than epsilon by 2 plus epsilon by 2, which is epsilon. അപ്പോൾ നമ്മൾ പറഞ്ഞ ഇത്രയാണ്. സ്റ്റാർട്ട് ചെയ്ത് ഇവിടുന്നായിരുന്നു. s of f plus g over p dot minus integral a to b f plus integral a to b g. നമുക്ക് കിട്ടിയ എന്താ? strictly less than delta എന്നാണ്. So we can say that s of f plus g, or the function f plus g, and Riemann integral functions f ഇന്റെയും g യുടെ sum f plus g എന്നുള്ളത് Riemann integrable ആണ്. And അതിന്റെ ഇന്റഗ്രൽ വാല്യൂ ആക്കി ഇവിടുത്തെ ലിമിറ്റ് വാല്യൂ വരുന്നത് that is integral a to b f plus integral a to b g എന്നുള്ളത്. Then going to C part നമുക്ക് രണ്ട് ഫംഗ്ഷൻസ് f ഉം g ഉണ്ട്, where f and g are both Riemann integrable. Then we have integral modulus of s of f over p minus integral a to b f is less than equal to epsilon by 2, and modulus of s of g over p dot minus integral a to b g less than equal to epsilon by 2. ഇവിടെ p ഡോട്ടിന്റെ ഡെഫിനിഷൻ നമ്മൾ പറഞ്ഞിട്ടില്ല. p ഡോട്ട് എന്നുള്ളത് അഗൈൻ ഒരു ടാഗ്ഡ് പാർട്ടീഷൻ ആണ് വിത്ത് നോം p ലെസ് ദാൻ ഡെൽറ്റ എന്ന രീതിയിൽ തന്നെ ചെയ്യാം. അങ്ങനെയെങ്കിൽ ആദ്യത്തെ ഇനീക്വാളിറ്റി ഞാൻ പറയാം. integral a to b f minus epsilon by 2 will be strictly less than s of f over p dot എന്ന് പറയാം. സെക്കൻഡ് ഇനീക്വാളിറ്റി s of g over p dot less than integral a to b g plus epsilon by 2 എന്ന് പറയാം. ഇത് രണ്ടും ട്രിവിയൽ ആയിട്ട് നമുക്ക് തൊട്ട് മുമ്പ് ഇനീക്വാളിറ്റീസ് കിട്ടും. സോ വി ഹാവ് നമുക്ക് തന്നിട്ടുള്ളത് f of x less than equal to g of x ആണ്. സോ ക്ലിയർലി നമുക്ക് എന്ത് പറയാം? s of f over p dot less than s of g over p dot എന്ന് പറയാം. കാരണം f-ന്റെ വാല്യൂസ് എല്ലാം g-ന്റെ വാല്യൂസിനെ താഴെയായതുകൊണ്ട് തന്നെ സെയിം പാർട്ടീഷൻ എടുത്തു കഴിഞ്ഞാൽ സെയിം പാർട്ടീഷൻ നമുക്കറിയാം ഇന്റർവൽസ് എല്ലാം സെയിം ആണ്. സോ നമുക്ക് ഓരോന്നിനും f-ന്റെ വാല്യൂവിനെ അതുകൊണ്ട് മൾട്ടിപ്ലൈ വേണ്ടേ. നമുക്ക് ആ f-ന്റെ വാല്യൂസ് എല്ലാത്തിനും g-ന്റെ വാല്യൂസ് താഴെയാണല്ലോ. സോ എങ്ങനെ എടുത്താലും Riemann sum of f over p dot എന്നുള്ളത് will be less than or equal to Riemann sum of g over p dot ആയിരിക്കും. അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇന്റഗ്രൽ a to b f എന്നുള്ളത് നമ്മൾ ഇവിടെ പറഞ്ഞ ഈ ഇനീക്വാളിറ്റി ആണ് പറയാൻ പോകുന്നത്. സോ ഇനീക്വാളിറ്റി ആണ് ഇവിടുന്ന് ഇന്റഗ്രൽ a to b f എന്നുള്ളത് s of f over p dot plus epsilon by 2 എന്ന് പറയാം. അത് ഒരുമിച്ച് അപ്ലൈ ചെയ്താൽ ഇങ്ങനെ പറയാം. ഇന്റഗ്രൽ a to b f is less than equal to integral a to b g. a to b f less than s of f over p dot അറിയാം, which is less than ഇതാണെന്ന് അറിയാം, which is less than integral a to b g എന്ന് അറിയാം. So integral a to b f is less than equal to integral a to b g plus epsilon by 2 plus epsilon by 2 ഉണ്ടായ less than മൈനസിന് റൈറ്റ് ചെയ്താൽ epsilon by 2 കിട്ടും. So we get integral a to b f is less than or equal to integral a to b g plus epsilon. നമുക്കറിയാം epsilonന്റെ വാല്യൂ ആർബിട്രറി ആണെന്നറിയാം. So clearly we can say that integral a to b f is strictly less than or equal to integral a to b g എന്ന് പറയാൻ സാധിക്കും. Hence the proof of the theorem. മൂന്ന് പാർട്ടിനെയും പ്രൂഫ് ആയിരിക്കും. Then theorem 3 യുടെ പ്രൂഫ് നമ്മൾ പറയുന്നില്ല, ഈസി പ്രൂഫ് ആണ്. If f1 f2 etc fn are in R of ab, Riemann integral functions ആണ് f1 f2 etc fn, and if k1 k2 etc kn are belongs to R, എല്ലാം scalars ആണ്. Then the linear combination of f which is equal to sigma e equal to 1 to n k fi, നമ്മൾ ഈ fi കളുടെ ലീനിയർ കോമ്പിനേഷൻ യൂസിങ് kas എടുത്താൽ നമുക്ക് f എന്നൊരു ഫംഗ്ഷൻ കിട്ടുമെങ്കിൽ that function f will be also Riemann integrable with integral a to b f equal to its summation I equal to 1 to n ki into integral a to b fi. അതായത് ഓരോ ki into integral a to b fi കളുടെയും സമ്മേഷൻ ആയിരിക്കും ഈ ഫംഗ്ഷന്റെ Riemann integral. ഇത് നമുക്ക് തൊട്ട് മുമ്പ് പറഞ്ഞ തിയറത്തിൽ തന്നെ സ്റ്റേറ്റ് ചെയ്യുന്ന കാര്യം തന്നെയാണ്. അതിന്റെ പ്രൂഫ് നമ്മൾ നോക്കിയാണ്, സിമ്പിൾ ആണ്, ആവശ്യമില്ല. Moving to theorem 4, that is if f belongs to R of ab and f of x less than equal to m,
എഫ് ഒരു റീമാൻ ഇന്റഗ്രൽ ഫംഗ്ഷൻസ് ആണ് ആൻഡ് എഫ് ന്റെ വാല്യൂസ് എല്ലാം ഒരു കോൺസ്റ്റന്റ് വാല്യൂ എമ്മിനേക്കാൾ താഴെയാണ് for all x belongs to closed area. Then modulus of integral a to b f is less than equal to m into b minus a എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ നേരത്തെ തീർത്ത തിയറം 2 ന്റെ സി പാർട്ടാണ് ഉപയോഗിക്കുന്നത്. അവിടെ നമുക്ക് g of x ന്റെ വാല്യൂ ഈക്വൽ ടു m എന്ന് കൊടുത്താൽ മതി. Using part C of theorem 2 we have integral a to b f is less than equal to integral a to b g. Integral a to b g യുടെ വാല്യൂ എന്താണ് m ആണ്. So integral a to b m into dx. Integral a to b m into dx m കോൺസ്റ്റന്റ് പുറത്തേക്ക് എടുത്താൽ m into b minus എന്ന് എഴുതാം. So integral a to b f is strictly less than equal to m into b minus എന്ന് പറയാം. Taking the modulus also we get the same. So these are the proof for 3 theorems. നമ്മൾ 3 theorems ആണ് കണ്ടത്. Theorem 2, 3, 4 3 important ആണ്. And this states the properties of some of the properties of our Riemann integral functions.